അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് പുതിയ ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ബിൽഡ് യുവർ ബേസ്, അങ്ങനെ കണ്ടാട്ടോ ഗെയിമിൻ്റെ പേര്. അപ്പം നമ്മൾ നേരത്തെ ഒരു തവണ കളിച്ചായിരുന്നു. അപ്പം എന്നെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. പഠിച്ച് വെച്ചുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലിപ്പോൾ 36 രൂപയേ ഉള്ളൂ. ഞാനെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ക്ലിയർ ആയിട്ട് എങ്ങനെയൊന്നും അറിയില്ല. ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയില്ല. പിന്നെ ഫൈറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു. ഫൈറ്റ് ചെയ്ത് ഈ ഗെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ബോക്സിൻ്റെ അകത്തായിട്ട് കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് ഒരു ഹാർട്ട് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ ഹെൽത്ത് നോക്കുന്ന ഇതാട്ടോ. നമുക്ക് എൻ്റെ കയ്യിൽ കത്തിയല്ല, ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്യാൻ സാധനം വന്നിട്ടുണ്ട്. സാധനം ഇവിടെ ബിൽഡാകുമോ? ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ബിൽഡാവുമായിരുന്നു. തിരിച്ചു വെച്ച ബിൽഡാവുന്നില്ല ഗൈസ്. ഇവിടെ പ്രശ്നമായിപ്പോയി. നമുക്കേതെങ്കിലും ഫൈറ്റ് ചെയ്ത് കാണിക്കാട്ടോ. ഞാൻ ആകെ ഒരു തവണ കളിച്ചായിരുന്നു. അത്യാവശ്യം കുറച്ചെല്ലാം മനസ്സിലായി. ഇതാരെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ. നമ്മൾ ഇവിടെ കുറേ എനിമീസ് വരും, അതിനെ നമ്മൾ തോൽപ്പിക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലക്ഷ്യം എന്നാണ് തോന്നുന്നത്. തട്ടിയിട്ട് ചാവോ? നമ്മുടെ ബേസ് ഫുള്ളും സെറ്റപ്പാണ്. ക്രോസ് ബോ ഒക്കെ വെച്ചിട്ട് സെറ്റപ്പിലാട്ടോ. അത്യാവശ്യം കുഞ്ഞൊരു സെറ്റപ്പിലാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഗെയിമിനെ പറ്റി വല്ലതും അറിയാമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കമൻറ്റ് ചെയ്യൂ, ചാനൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പം ഇതിനെയൊന്നും തോൽപ്പിക്കാനും പറ്റുന്നില്ല. ഇതൊന്നും വല്ല ഷൂട്ട് പോകുന്നുണ്ടോ അതും അറിയില്ല. അയ്യാ വല്ല ഇതെന്താ? ഇപ്പൊ എന്താണ് സംഭവിച്ചത്? ആരും കാണായിട്ടല്ലോ. പൈസ നമുക്ക് കുറച്ചായി. എനിക്ക് കത്തി വേണോ? ഇപ്പൊ കത്തി മതി. അയ്യാ, എൻ്റെ റോബക്സ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് ഷോപ്പ് എവിടെയായിരുന്നു? ബേസ് അല്ല, ഷോപ്പ് എത്തി. ക്രോസ് ബോ അല്ല, സ്പൈക്ക് അല്ല, സ്റ്റോൺ സ്പൈക്ക് അല്ല. ഇതൊരെണ്ണം വാങ്ങിച്ചോളും. ടറന്റ് നേരെ ബേസിലേക്ക് പോകണം. എന്താണ് ഇവിടെ വെക്കാൻ പറ്റാത്തത്? അതിവിടെ ഇപ്പൊ ഫിക്സ് ആയി. എന്നാലും നമ്മുടെ ഈ സാധനം ഇപ്പൊ ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു, അറിയില്ലായിരുന്നു, മനസ്സിലായില്ലായിരുന്നു. അപ്പൊ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അയ്യോ, എൻ്റെ കയ്യിൽ കത്തിയാണല്ലോ. അയ്യോ, ഞാൻ എന്ത് കാണിക്കുന്നു? ടാലന്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ സെറ്റപ്പായി. നമുക്കിനി ചുമ്മാ ഇവിടെ നിന്നാൽ മതി. നമ്മുടെ പിള്ളേർ ചെയ്യാനുള്ളൂ. പെട്ടെന്ന് തട്ടു. ഇത് കുറച്ച് നേരം എടുക്കും. നമുക്കത് വരെ ഇവിടെ നിൽക്കാം. ഷോപ്പ് ഒന്നുമില്ല. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തട്ടു. അപ്പൊ നമ്മളിവിടെ ഇപ്പൊ ചുമ്മാ നിന്നാ മതി. പൈസ ചെയ്യാനുള്ളതെല്ലാം നമ്മുടെ പിള്ളേർ ചെയ്തോളും. പത്തായല്ലോ വേവ്സ്. പിന്നെ എന്തായിരിക്കും കർത്താവേ? പെട്ടെന്ന്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരിക്കും. വലുതായിട്ട് അങ്ങനെയൊന്നും കാണില്ല. അയ്യോ ഗൈസ്, എൻ്റെ ടറന്റ് പൊട്ടിപ്പോയി. ഇനി ഫുള്ളും പൊട്ടക്കളികളായിരിക്കും. ടറന്റ് ഇനി ഇത് ഈ ഒരു മാച്ച് കഴിയുമ്പോൾ കേട്ടോ ടറന്റ് വരുള്ളൂ. അടുത്ത ആൾക്കാർ എൻ്റെ ക്രോസ് ബോ കിട്ടിയതായിരുന്നു. അതും നമ്മുടെ റെക്കോർഡ് 15 ആട്ടോ ഇതുവരെ.
ഗൈസ് എൻ്റെ ഹേർട്ട് എല്ലാവരും ഇപ്പം തീർക്കും. ചത്തു ഗൈസ്. ഇനി 21 സെക്കൻഡുകളും കൂടെ കഴിയുമ്പോൾ നമ്മൾ റിവൈവ് ആവും ഗൈസ്. നമ്മുടെ ഹേർട്ട് അവർ പൊട്ടിച്ച് കളഞ്ഞായിരുന്നു. 385 ആയി. 57. നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. ഒരു ടറൻറ്റും കൂടി ഉണ്ടോ? ടറൻറ്റ് സെറ്റപ്പാണല്ലോ. 75 രൂപ വെച്ച് സ്പൈക്സ് വാങ്ങിക്കാം. ഓക്കെ, നേരെ ബേസിലേക്ക് പോകണു. ഇവിടെ ആയിട്ടൊരു ടറൻറ്റ് ഇവിടെ ആയിട്ടാണോ വെച്ചാലോ? അയ്യോ കറക്റ്റല്ലേ? കറക്റ്റായി. സ്പൈക്ക് ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്. സ്പൈക്ക് എവിടെ വെക്കും? സ്പൈക്ക് ഇവിടെ ആയിട്ട് വരണം നോക്കാല്ലേ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് തീർത്തു. നമ്മുടെ വെക്കാനുള്ള എല്ലാം വെച്ചു. അതിന് നേരെ ഫൈറ്റ്. അയ്യോ ഞാനാണെങ്കിൽ എൻ്റെ ക്രോസ് ബോ എടുക്കട്ടെ. ഓക്കെ, ക്രോസ് ബോ റെഡിയാക്കി. ഇനി നേരെ ഫൈറ്റ് ചെയ്തു. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മുടെ പിള്ളേർ ചെയ്തൊന്നും ചെയ്യാനുണ്ടാവില്ല. നമുക്കിവിടെ ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി. ചുമ്മാ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ മതി. വല്ല കുഴപ്പമാണെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ പോയിട്ട് വരാം. നേരെ ഷോപ്പിലേക്ക് പോകാം. ഈ ഒരു ക്രേറ്റിന് എത്രയാ? 300. ഗോൾഡൻ ക്രേറ്റ്, ഇലക്ട്രോ ക്രേറ്റ്, മിത്തിക്കൽ വെപ്പൺ ക്രേറ്റ്, ലെജൻഡറി, റയർ, കോമണിൻ്റെ അകത്തൊന്ന് കത്തി മാത്രമല്ല കിട്ടുള്ളൂ. ഡിഫെൻസ്, ബ്ലോക്ക്. ബ്ലോക്കൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ കുറേ ബ്ലോക്ക് വാങ്ങിച്ചു വെക്കാം. ഡിഫെൻസ്, ഡെക്കറേഷൻ, സ്റ്റെയർ, വെഡ്ജ്, വിൻഡോ. കാരണം നമ്മുടെ ബേസിൽ പോയി നോക്കാം എന്തായി. ബ്ലോക്കൊന്നും പൊട്ടിച്ചിട്ടില്ല. നമുക്കൊന്നും പേടിക്കാനില്ല ഗൈസ്. നമ്മുടെ പിള്ളേർ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനെ പേടിക്കണം? കുറേ ബ്ലോക്ക് അങ്ങ് വാങ്ങിച്ചേക്കാം. 10 രൂപയെ ഒരു 8 ബ്ലോക്ക് ഇരുന്നോട്ടെ. ഇനി ബ്ലോക്സ്, സ്റ്റോൺ ബ്ലോക്ക്, ഇനി ഡെക്കറുമല്ലോ. ഡിഫെൻസ് ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഇനി നേരെ നമുക്ക് നമ്മുടെ ബേസിലേ അത് പൊട്ടിച്ചോ? ഒന്നും പൊട്ടിച്ചിട്ടില്ല. നമ്മുടെ പിള്ളേരല്ലേ, പൊട്ടിക്കാനും എല്ലാവർക്കും ഭയങ്കര ധൈര്യമാണ്. നമ്മുടെ ഇവിടുത്തെ ഒരു ഡോറൻ്റ് പോയി. എന്നാലും നമ്മളിത് മാറ്റുമ്പം വന്നോളും ഗൈസ്. പിന്നെ പേടിക്കാനൊന്നുമില്ല. തട്ടിക്കോ എല്ലാത്തിനെയും തട്ടിക്കോ. വട എല്ലാവരും എന്ത് ചെയ്യാൻ? ഇതിനിവിടെ സ്പൈക്ക് വെച്ചുകൊണ്ട് പിന്നെയും കുഴപ്പമില്ല. അയ്യോ ഗൈസ്, എൻ്റെ ടൊറൻ്റ് പൊട്ടിച്ചു. നേരെ സ്റ്റോപ്പ് പിടിച്ചേക്കാം. സ്റ്റോപ്പ്. ഓക്കെ, ഞാൻ സൂം ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് ബ്ലോക്സ് വെക്കണം. ഇവിടെ ആയിട്ടൊരു ബ്ലോക്ക്. ഇവിടെ ഒരു ബ്ലോക്ക്. എന്നിട്ട് സ്പൈക്കിനുണ്ടെന്നൊന്നും മാറ്റല്ലേ. ഇതെല്ലാം എനിക്കൊന്നും മനസ്സില്ല. ഈ ഒരു ബ്ലോക്കും കൂടെ. എന്നിട്ട് ഇവിടെ ഉള്ളൊരു ബ്ലോക്ക്. ഒരു ബ്ലോക്കും കൂടി ഉണ്ട്. അത് നമുക്ക് പിന്നീട് ആവശ്യം വരുന്നവയായിരിക്കും. ഫ്രണ്ടിലായിട്ട് 2 എണ്ണം ഇരുന്നോട്ടെ. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫൈറ്റും കൂടെ ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. പൈസ ഓൾറെഡി 300 ഉണ്ട്. നമുക്ക് പോയി ഷോപ്പിൽ പോയിട്ട് കിട്ടുമെന്ന് നോക്കാം. ടൊറൻ്റ് അല്ലാതെ വേറെ ഡബിൾ ടൊറൻ്റ്, സ്പോട്ട് മോൺസ്റ്റേഴ്സ്, ഷൂട്ട് മോൺസ്റ്റേഴ്സ്, ഫ്ലെയിം ത്രൂവറൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ അതൊക്കെ വെക്കാം ഗൈസ്.
കുറച്ച് പൈസ ഏതാവട്ടെ. അടുത്താണ് നമുക്ക് ഫ്ലെയിം ത്രോവർ വെക്കാം. ഇവൻ്റെയൊക്കെ ബേസ് അതെ ഫ്ലെയിം ത്രോവർ. ഇത് അൺലിമിറ്റഡ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കും. സെറ്റപ്പ് ആയിരിക്കും. ഇതെന്ത് ബ്ലോക്കാണ്, എന്തോ ഒരു ബ്ലോക്കാണ്. ഇവൻ്റെ ബേസ് അത്യാവശ്യം സെറ്റപ്പാണല്ലോ. ഇവൻ്റെ ബേസ് ഇരുന്ന് കുറച്ച് നേരം കളിക്കാം. ഇവൻ്റെ ബേസിൽ എന്നെ കളിക്കാൻ മാത്രമൊന്നും ഇല്ല. ഇത് നമ്മുടെ ബേസാണ്. അല്ല 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 നമ്മുടെ ബേസല്ല, നമ്മുടെ ബേസ് ഇത്. ഇവിടം വരെ എത്തിയോ ഇവര്? കൊള്ളാലോ. അപ്പം നമുക്ക് നമ്മളിവിടെ ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി. ചെയ്യാനുള്ളതെല്ലാം നമ്മുടെ പിള്ളേർ ചെയ്തോളും. എടാ 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 വന്നാണെങ്കിൽ ഒന്നടിക്കറ. അടി 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 അടി. ഇതെന്താ വെടി പോവാത്ത? ഇതിന് വെടി പോണില്ല. വെടിക്കുന്നുണ്ട്, വെടി പോകുന്നുണ്ട്. ഒരു വേവ് 15 എത്തുമ്പോഴത്തേക്ക് നമുക്ക് നിർത്താട്ടോ, സ്റ്റോപ്പ് ചെയ്യാം. ഇവനെ കൂടെ കൊന്നാൽ മതിയോ? എന്നാ ഗൈസ് നമ്മളിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. കുറച്ചും കൂടെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മറ്റേത് വാങ്ങിച്ചു വെക്കായിരുന്നു. മറ്റേ ഷോപ്പ് ഏതായിരുന്നു? മെറ്റൽ സ്പൈക്കിളുടെ ഡബിൾ ടറന്റ്. എന്നാൽ അതും കൂടെ വാങ്ങിച്ചു വെച്ചേക്കാം. നമുക്കതുവരെ ആരുടെയെങ്കിലും അടുത്തേക്ക് പോകാം. എന്താ 1x? അതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ആരുടെ പൈസ? ഈ നമ്മുടെ പൈസ അല്ലേ ഇവൻ്റെ ഇത് ആരുടെ പൈസ? ഇവിടെ ആരുമില്ലല്ലോ. ഇതാട്ടോ പൈസ. എൻ്റെ അകത്തുണ്ട് ഹേർട്ട്. ഈ ഹേർട്ട് അവർ പൊട്ടിക്കാന്ന്, അതാണ് പ്രശ്നം. ഇതൊക്കെയാണല്ലോ ഇവർ സ്കോർ ബോർഡാണല്ലോ. റൊബക്സ് സ്പെൻഡ്. എത്ര റൊബക്സ് സ്പെൻഡ് ചെയ്തു? 1,00,000 മുന്നേ സ്പെൻഡ് ചെയ്തു. മോസ്റ്റ് പ്ലേയിങ് ടൈം 18 ദിവസം. അതാണ് 18 ദിവസമാണത്. ഇതെത്ര? മോസ്റ്റ് വേവ് 1500. 2000ൻ്റെ അടുത്തുണ്ട്. മോസ്റ്റ് മണി 5 ബില്യൺ സംതിങ്. ഗോൾഡൻ സ്റ്റാർട്ട്. നമുക്ക് പൈസയായി ഗൈസ്. നമ്മുടെ ബേസ് എന്ത് ചെയ്യേ? സ്റ്റോപ്പ് ചെയ്തേക്കാം. നമുക്ക് പൈസയായി. നമ്മൾക്കിനി അതുകൊണ്ട് വെക്കാം. ഷോപ്പിൽ പോകുന്നു, നേരെ അതെന്ത് ചെയ്യേ? ഡബിൾ ടൊറന്റ് വാങ്ങിക്കുന്നു. അപ്പം ഗൈസ് നമ്മൾ നേരെ നമ്മുടെ ബേസിലേക്ക് പോകുന്നു. ഡബിൾ ടൊറന്റ് എന്ത് ചെയ്യേ? നമുക്ക് ഇവിടെ ആയിട്ടാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ വേണം. അപ്പം ഇതിവിടെ വെക്കാം. എന്താ പോണില്ലല്ലോ. ഇവിടെ നിൽക്കല്ലേ. അപ്പം ഡബിൾ ടൊറന്റ് ഇവിടെ വെച്ചു. എന്നിട്ട് ഈ ഫ്രണ്ടിലായിട്ട് ഒരെണ്ണം കൂടെ വെച്ചേക്കാം. അപ്പം ഇപ്പം സെറ്റപ്പായി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കമൻ്റ് എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റിയുള്ള വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ അതേപോലെ ചെയ്യുന്നതാണ്. പിന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും.